ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കല്യാണിനെയും കാദംബരി എന്ന് പറഞ്ഞ രണ്ട് അനിയത്തിമാരെ കാണാൻ വേണ്ടി കാർത്തിക ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീട്ടിലേക്ക് വരാൻ പോകുന്ന കാഴ്ചകളാണ് കേട്ടോ ഈ ആഴ്ചത്തെ പ്രൊമോയിൽ കാണിച്ചത്. അങ്ങനെ നമ്മുടെ കാർത്തിക ആദ്യം പോകുന്നത് കല്യാണിയുടെ വീട്ടിലേക്കാണ്. ആ സമയത്ത് കല്യാണിക്ക് ഭയങ്കര സന്തോഷമാവാണ്. കാർത്തിക മേടോ വാ വാ കയറി വാ എന്ന് പറയാണ്. അങ്ങനെ കിരണും വരുന്നുണ്ട്. ഞാൻ കിരണിനെ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്കൊരു കുഞ്ഞുവാവുണ്ടല്ലോ, അത് മാത്രമല്ല അമ്മ എവിടെ എന്ന് പറയാണ്. അപ്പോഴേക്കും ദീപ വരുന്നുണ്ട് കേട്ടോ. അമ്മയെന്ന് വിളിക്കുമ്പോഴേക്കും ദീപനെ കാണുമ്പോൾ തന്നെ നമ്മുടെ കാർത്തികക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നു. കണ്ണിലൊക്കെ വല്ലാത്തൊരു പ്രകാശം പോലെ. കാരണം തൻ്റെ അമ്മേനെ പോലെ തന്നെ സ്നേഹിക്കേണ്ട ഒരാളാണല്ലോ ഈ അമ്മയും. അതുകൊണ്ട് കാർത്തിക വേഗം തന്നെ ദീപ എടുത്തു പോയിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കണം. എന്താ മോളെ ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അമ്മേനെ കാണുമ്പോൾ എൻ്റെ അമ്മേനെ പോലെ തന്നെയാണ് തോന്നുന്നത് എന്ന് പറയാണ്. അമ്മയുടെ അതേ സ്വഭാവം ഇതേ ചിരി തന്നെയാണ് എൻ്റെ അമ്മക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദീപക്ക് ഭയങ്കര സന്തോഷമാണ്. മോളെ കാണാനേ ശരിക്കും പറഞ്ഞാൽ കല്യാണിന് മോളെ പോലെ തന്നെ ഉണ്ട് കേട്ടോ, സംസാരവും പെരുമാറ്റവും ഒക്കെ തന്നെ. ഞങ്ങളത് ഇവിടെ പറയുമായിരുന്നു ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞ് വന്നപ്പോഴേ, കല്യാണിന് മോളെ പോലെ തന്നെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കാർത്തിക മനസ്സിൽ വിചാരിക്കുകയാണ്, അതെ ഞാൻ അങ്ങനെ ആവാതിരിക്കും, ഒരേ ചോരയല്ലേ ശരീരത്തിൽ ഓടുന്നത് എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ കാർത്തിക അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ വിരുന്നൊക്കെ കൂടി കല്ലുമോനൊക്കെ കളിപ്പിച്ച് എല്ലാ ആൾക്കാരെയും പരിചയപ്പെട്ടിട്ടൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പോകുക കേട്ടോ. അങ്ങനെ പ്രകാശന് ആണെങ്കിൽ ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങുവാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കാർത്തിക പ്രകാശനെ കൂട്ടാണ്ട് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട്. അതെവിടെയാണെന്ന് പ്രകാശന് അറിയണം. അങ്ങനെ പ്രകാശൻ ആ സത്യത്തിലേക്ക് അടുത്ത് കൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഈ കാർത്തികയും കല്യാണിയും കിരണൊക്കെ ഒറ്റക്കെട്ടാന്ന് പ്രകാശം മനസ്സിലാക്കണം. പ്രകാശം വിചാരിക്കും, ഇനി എൻ്റെ മോനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ട്രാപ്പ് വലുതുമാണോ, കാരണം മുമ്പ് സ്വാധീനം ഇറക്കിയ പോലെ തന്നെ ഇവളിറക്കിയതാണോ എന്നൊരു സംശയം പ്രകാശിൻ്റെ മനസ്സിൽ വീഴും കേട്ടോ. അങ്ങനെ മനസ്സിൽ വീഴാനും കാർത്തികക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. രണ്ടിനെ, അതായത് അമ്മുമ്മേനെയും പ്രകാശിനെയും ഒരുമിച്ച് ചവിട്ടി പുറത്താക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും കാർത്തിക നമ്മുടെ കല്യാണിയെ കിരണിനെയൊക്കെ ഒരുപാട് സ്നേഹിക്കുകയും അതുപോലെ തന്നെ പ്രകാശിനെ അമ്മുമ്മേനും എത്രയൊക്കെ ഉപദ്രവിക്കാവോ ആ രീതിയിലൊക്കെ ഉപദ്രവിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ നമ്മളിനി അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.